തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതനിരയാണ് മേഘമല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5000 അടി ഉയരത്തിലുള്ള ഈ നിത്യഹരിത വനമേഖല സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ്. കൂടാതെ ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞതാണ് മേഘമല. ഹൈവേവിസ്, മണലാർ, വെന്നിയാർ, ഇരവങ്കല എസ്റ്റേറ്റുകൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശങ്ങൾ. 2021 ഏപ്രിൽ 11 മേഘമല ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. ശ്രീ വില്ലിപുത്തൂർ വന്യജീവി സങ്കേതം, തിരുനെൽവേലി വന്യജീവി സങ്കേതം എന്നിവ ഉൾപ്പെട്ടതാണ് മേഘമല ടൈഗർ റിസർവ്. ഇത് തമിഴ്നാട്ടിലെ 5ാമത്തെ കടുവാ സങ്കേതവും ഇന്ത്യയിലെ 51ാമത്തെ കടുവാ സങ്കേതവുമായി മാറി. മേഘമല കടുവാ സങ്കേതത്തിലേക്ക് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വനത്തിലൂടെ ഒരു ബഫർ സോൺ ഉണ്ട്. 6 അണക്കെട്ടുകൾ ഉണ്ട് മേഘമലയിൽ. ഇവിടെ നിന്നുമാണ് വൈഗ നദി ഉത്ഭവിക്കുന്നത്. കുമളിയിൽ നിന്നും കമ്പം, ചിന്നമന്നൂർ വഴി 80 കിലോമീറ്റർ ഉണ്ട് മേഘമലയ്ക്ക്. കട്ടപ്പനയിൽ നിന്നും കമ്പംമെട്ട് വഴി 85 കിലോമീറ്ററും, മൂന്നാറിൽ നിന്നും പൂപ്പാറ, ബോഡി നായ്ക്കന്നൂർ വഴി 138 കിലോമീറ്ററും, തേനിയിൽ നിന്നും ചിന്നമന്നൂർ വഴി 63 കിലോമീറ്ററും, കമ്പത്തു നിന്നും ചിന്നമന്നൂർ വഴി 55 കിലോമീറ്റർ ദൂരമുണ്ട് മേഘമലയ്ക്ക്. ചിന്നമന്നൂർ ആണ് ഏറ്റവും അടുത്ത ടൗൺ. ഇവിടെ നിന്നും 38 കിലോമീറ്റർ ഉണ്ട് സഞ്ചാരികളുടെ പറുദീസയായ മേഘമലയ്ക്ക്. മേഘമലയിൽ നിന്നും 10 കിലോമീറ്റർ കൂടി പോയാൽ മഹാരാജാമേട് എത്തിച്ചേരാം. ഇവിടെ നിന്നാൽ കമ്പം താഴ്വരയും തേനി ജില്ലയിലെ ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ചകളും ആസ്വദിക്കാം. ഇവിടെ വരെയേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. ചിന്നമന്നൂരിൽ നിന്നും മേഘമലയ്ക്ക് പോകുന്ന വഴിയിൽ ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ കാണാം. എപ്പോഴും നല്ല കാറ്റാണ് ഇവിടങ്ങളിലെല്ലാം. ഈ വഴിയിലൂടെ 10 കിലോമീറ്റർ ചെല്ലുമ്പോൾ തേൻപളനി എന്ന സ്ഥലത്ത് എത്തും. അവിടെ തമിഴ്നാട് വനം വകുപ്പിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ടൂറിസ്റ്റുകളെ മേഘമലയ്ക്ക് കയറ്റിവിടുകയുള്ളൂ. മേഘമലയിലെ റിസോർട്ടുകളിൽ രാത്രി റൂം ബുക്ക് ചെയ്തിരിക്കുന്നതിന്റെ തെളിവ് ഹാജരാക്കിയാലേ പിന്നീട് മുകളിലേക്ക് സഞ്ചാരികളെ കടത്തിവിടുകയുള്ളൂ. അതും വൈകിട്ട് 5 മണി വരെ മാത്രം. പ്ലാസ്റ്റിക് കുപ്പികളോ മദ്യമോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അത്യാവശ്യമെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം ബാഗിൽ വെച്ച് കൊണ്ടുപോകാൻ അനുവദിക്കും. രാത്രിയിൽ ഈ വഴിയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിനാൽ ഇതിലൂടെയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. തിരിച്ചു വരുന്നവർ വൈകിട്ട് 5 മണിക്ക് മുൻപായി ഈ ചെക്ക് പോസ്റ്റ് കടന്നുപോയിരിക്കണം. അല്ലെങ്കിൽ വനം വകുപ്പിന് പിഴ കൊടുക്കേണ്ടി വരും. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വാഹനത്തിന് അവർ ഒരു നമ്പർ തരും. തിരിച്ചു വരുന്നത് വരെ അത് സൂക്ഷിക്കുക.
മേഘമലയിലേക്ക് പോകാൻ ഇവിടെ എൻട്രൻസ് ഫീസ് ഇല്ല. വണ്ടി നമ്പറും യാത്രക്കാരുടെ ഡീറ്റെയിൽസും കൊടുക്കണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വാഹനവും ബാഗുകളും പരിശോധിക്കും. മേഘമലയിൽ നല്ല ഹോട്ടലുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പോകുമ്പോൾ അത്യാവശ്യം ഭക്ഷണം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും ചിന്നമന്നൂരിൽ നിന്നെങ്കിലും വാങ്ങാൻ മറക്കരുത്. മേഘമലയിൽ എത്തിയാലേ പിന്നീട് ചായ പോലും കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾ പോകുന്ന വാഹനത്തിൽ ആവശ്യത്തിന് ഇന്ധനമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മേഘമലയ്ക്ക് നല്ല കയറ്റമുണ്ട്. 100 കിലോമീറ്റർ എങ്കിലും ഓടാനുള്ള ഇന്ധനം ഉറപ്പായും കരുതിയിരിക്കണം. ഇല്ലെങ്കിൽ അത് മതി ട്രിപ്പിന്റെ മൂട് കളയാൻ. 18 ഹെയർ പിൻ വളവുകളുണ്ട് ഈ വഴിയിൽ. പോകുന്ന വഴിയിൽ മിക്ക സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഭയങ്കര മഴയുള്ളപ്പോൾ മേഘമലയ്ക്കുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വഴിയിലൂടെ ഫാമിലിയുമായുള്ള യാത്ര അത്ര സേഫ് അല്ല. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം കൂടിയാണ് മേഘമല. കയറ്റം കയറി വനത്തിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്നത് തേയിലത്തോട്ടത്തിലേക്കാണ്. ഈ തോട്ടങ്ങളാണ് സഞ്ചാരികളുടെ പ്രധാന ആകർഷണം. ഇവിടം മുതലാണ് മേഘമലയുടെ തുടക്കം. ഈ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരുടെ ലയങ്ങളുണ്ട് ഇവിടെ. കൂടാതെ ഒരു തേയില ഫാക്ടറിയും പോസ്റ്റ് ഓഫീസും ഇവിടെയുണ്ട്. ശരിക്കും മേഘമല എന്നറിയപ്പെടുന്നതും ഈ പ്രദേശമാണ്. ഇവിടെ മുതൽ മേഘങ്ങൾ ശരിക്കും മലമുകളിൽ തൊട്ടു നിൽക്കുന്നതായി തോന്നും. അതിനാലാവാം ഈ മലനിരകൾക്ക് മേഘമല എന്ന് പേര് വന്നത്. ബൈക്ക് റൈഡേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടാണിത്. അവരാണ് കൂടുതലും ഈ വഴി വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സഞ്ചാരികൾ പോലും മേഘമലയ്ക്ക് എത്താറില്ല. ഇപ്പോഴും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മേഘമല. ആനയും പുലിയും കടുവയും കാട്ടുപോത്തും തുടങ്ങി എല്ലാ വന്യജീവികളും ഇവിടെയുണ്ട്. സിംഹമൊഴിച്ച് ബാക്കി എല്ലാ വന്യജീവികളും ഉള്ള കാടാണിത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഈ വഴിയിലൂടെയുള്ള രാത്രികാല യാത്രകൾ വനം വകുപ്പ് നിരോധിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും 4.5 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഹൈവേവിസ് ഡാമിൽ എത്തിച്ചേരും. ഇതാണ് മേഘമലയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഡാം. ഈ ഡാമിലേക്ക് പ്രവേശനമില്ല. ഇതിനടുത്തായാണ് പോലീസ് സ്റ്റേഷൻ.
ചെല്ലുമ്പോൾ മണലാർ ഡാമുണ്ട്. ഈ ഡാമാണ് ഇവിടുത്തെ ഏറ്റവും വലുത്. ഈ അണക്കെട്ടിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളമാണ് സുരുളി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുന്നത്. മണലാർ റിസർവോയറിന്റെ സൈഡിലാണ് പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ്. സ്വകാര്യ റിസോർട്ടുകൾ കൂടാതെ ഇവിടെയും താമസ സൗകര്യമുണ്ട്. മറ്റു റിസോർട്ടുകളെ അപേക്ഷിച്ച് ഇവിടെ റൂമുകൾക്ക് പൊതുവെ റേറ്റ് കുറവാണ്. നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. പോയി മണലാർ പാലം കടന്നാൽ അവിടെ ഒരു ചായക്കടയുണ്ട്. ഉച്ച സമയമാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഊണ് കിട്ടും. സ്പെഷ്യൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ അടുത്ത ഒരു ഡിസ്പെൻസറി ഉണ്ട്. മണലാർ ടീ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ വെണ്ണിയാർ എസ്റ്റേറ്റിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെയും ചെറിയ ഡാമുകളുണ്ട്. വെണ്ണിയാർ ടീ ഫാക്ടറി ഇവിടെയുണ്ട്. ഇതിനകത്തേക്ക് പ്രവേശനമില്ല, പുറത്തുനിന്നും കാണാം. തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ച് വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഇരവങ്കലാർ ഡാം. ഇവിടെയും അണക്കെട്ടിലേക്ക് പ്രവേശനമില്ല. ഇതിന് തൊട്ടു മുൻപായി യാത്ര അവസാനിപ്പിക്കാം. ഇരവങ്കലാർ വരെയും നല്ല ടാർ റോഡ് ആണിപ്പോൾ ഉള്ളത്. തമിഴ്നാട് സർക്കാരിന്റെ ബസ്സുകൾ ചിന്നമന്നൂരിൽ നിന്നും ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ കടകളൊന്നുമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നല്ല ചൂട് ചായ കിട്ടും. ഇവിടെ നിന്നുമാണ് മഹാരാജ മേട്ടിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. മെയിൻ റോഡിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് 300 മീറ്റർ നടന്നാൽ വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം. 30 രൂപ എൻട്രൻസ് ഫീസും ക്യാമറയ്ക്ക് 50 രൂപയുമാണ് ചാർജ്. വ്യൂ പോയിന്റിൽ നിന്നാൽ കുമളി മുതൽ കമ്പം വരെയുള്ള റോഡും ചെറു ഗ്രാമങ്ങളും കാണാം. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ദൂരത്തായി കേരള അതിർത്തിയിലെ അണക്കര, കമ്പംമെട്ട്, രാമക്കൽമേട് മലനിരകളും കാണുവാൻ സാധിക്കും. വ്യൂ പോയിന്റിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാൽ മഹാരാജമേട് എത്തും. മിക്കപ്പോഴും കോടമഞ്ഞുകൊണ്ട് കാഴ്ച മറയ്ക്കുന്ന സ്ഥലമാണ് ഇവിടം.
മഴയില്ലാത്ത സമയമാണെങ്കിൽ മേഘങ്ങൾ താഴേക്കൂടി പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ഈ സ്ഥലത്തെയാണ് മേഘമല എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. ടൂറിസ്റ്റുകളുടെ തിരക്ക് ഒട്ടുമില്ലാത്ത ഒരു സ്ഥലമാണ് മേഘമല. ഇങ്ങോട്ട് വല്ലപ്പോഴുമേ വാഹനങ്ങൾ കയറി വരുന്നുള്ളൂ. അതിനാലാവാം ഇവിടങ്ങളിൽ താമസ സൗകര്യവും ഹോട്ടലുകളും കുറവ്. പല പ്രദേശത്തും മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ശാന്തസുന്ദരമായ ഈ മലനിരകളിലൂടെയുള്ള 30 കിലോമീറ്റർ യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് മേഘമല.